അർച്ചനെ പ്ലീസ്, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. എന്താ അർച്ചനെ, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ? ബാബു സ്റ്റേ ദർ. അർച്ചനെ വീട്ടിലേക്ക് പോയിക്കോളൂ. അർച്ചനെ വീട്ടിലേക്ക് പോകാൻ. എന്താ സീരിയസ്നെസ് അറിയാതെ വാക്കിങ്ങിന് പോകുന്നേ? എന്താ സാർ? ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്നു ബാബു. ഓ, ഷി വാസ് ഷോട്ട് ബൈ ഹർ ഓൺ ബോഡി ഗാർഡ്സ്. 36 ബുള്ളറ്റ് ആയിരുന്നു ബാബു. ഡൽഹി ബഹളാന്നോണ്ടിരിക്കുക. 6 പാവങ്ങളെ വെടിവെച്ച് കൊന്നു. ഇവിടെ ഏത് നിമിഷവും ബഹളം ഉണ്ടാകാം. അതുകൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ സാറ് വന്നേ. ആ സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ബാബു. ബാബു എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു തരുമോ? മുഖ്യമന്ത്രി കാര്യം അറിഞ്ഞിട്ടില്ല. എന്താ ചെരുപ്പ് കൂട്ടിയത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇന്ദിരാഗാന്ധി മരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണെങ്കിൽ അസുഖമായിട്ട് ആശുപത്രി കിടക്കുക. ഈ ഷോക്ക് എങ്ങനെ അദ്ദേഹം താങ്ങും? ബുദ്ധിമുട്ടാണ്. ഒരു പ്രൈം മിനിസ്റ്റർക്ക് ശരിയായ സെക്യൂരിറ്റിയിലേക്കുള്ള കാര്യം ആലോചിച്ച് നോക്കും. നിങ്ങളിപ്പോ വരൂന്ന് എനിക്കറിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തു നിന്നേന്ന് നിങ്ങൾക്കറിയില്ല. എന്ത് വേണം നിനക്ക്? നിങ്ങളുടെ കണ്ണി നോക്കി സംസാരിക്കാൻ എനിക്ക് നാണാവുന്നു. എനിക്ക് സച്ചിനെ ഇഷ്ടമാ, ഷാറുഖ് ഖാനെ ഇഷ്ടമാ. ഏത് പെണ്ണിനും നിങ്ങളെ കണ്ട ഭ്രാന്ത് പിടിക്കും. പോകരുത്. ഈ അപ്പാർട്ട്മെന്റ് ഇത്രയും ഭംഗിയായിരിക്കാൻ കാരണം നിങ്ങളുള്ളത് കൊണ്ടാ. എനിക്ക് പ്രായം വളരെ കുറവാ. പക്ഷേ ഞാൻ നിങ്ങളെ കണ്ട ആ നിമിഷം മുതൽ എൻ്റെ മനസ്സ് നിങ്ങളിൽ അർപ്പിച്ചു. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ കണ്ണ്, ആ സ്മൈൽ, ഇങ്ങനെ പറഞ്ഞ തീരില്ല. എന്തോ എന്താ ഇത്? രാത്രി മുഴുവൻ പാട്ടും കുത്തും ആണല്ലോ. അതെ, നിങ്ങളോടാ ചോദിക്കുന്നേ, എന്ത് പറ്റി നിങ്ങൾക്ക്? ജാനും, 3ാമത്തെ ഫ്ലോറിൽ നിന്നൊരു സാധനം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വീണില്ലേ, അതുപോലെ 45 മാറി 25 വീണിരിക്കുന്നു. നിങ്ങൾ ശരിയല്ല. അന്ന് മുതൽ നിങ്ങളുടെ പോക്ക് ശരിയല്ല. എന്ന് മുതല്? അന്ന് നിങ്ങൾ എന്തോ കണ്ട് പേടിച്ച് വന്നിരുന്നില്ലേ, അന്ന് മുതല്. എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നത്? കുഞ്ഞു ഉറക്കത്തിൽ എണീക്കുന്നേ. എനിക്ക് നീ അവന്റെ വായിലെന്തെങ്കിലും ഉരുട്ടി വെച്ചു കൊടുപ്പോ. വിജയ്, എന്തോ വീണ പോലെ. വിജയ്, എടാ വിജയ്, ഇവൻ എന്താ മോളിൽ ശബ്ദം കേട്ടല്ലോ? ഇതെന്താ ബ്ലൗസ് ഇട്ടുകൊണ്ട് കിടക്കുന്നത്? എന്താ ഇത്? എക്സിബിഷൻ കാണുന്ന പോലെ ഒന്ന് പോക്ക് മോനെ. സർ 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 പേടിക്കണ്ട സർ, അയാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റില്ല സർ. താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് മിഡ് എയറിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടല്ല ഇയാൾ താഴെ ലാൻഡ് ചെയ്യുന്നേ. ചേച്ചിയോട് പറഞ്ഞു. അവരോട് പറഞ്ഞിട്ട് എന്താ സർ കാര്യം? ഞാൻ ഇന്റർകോമിൽ ഫോൺ ചെയ്തപ്പോ അവരുടെ മോനാ ഫോൺ എടുത്തത്. നിന്റെ അച്ഛൻ താഴെ വീണ് ചാവാൻ കിടക്കാന്ന് അവനോട് പറഞ്ഞപ്പോ വരുമ്പോ ഒരു പാക്കറ്റ് ചിപ്സും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാൾക്ക് എന്ത് പറ്റിയാലും അവരാരും മൈൻഡ് ചെയ്യില്ല സർ. അല്ല, എങ്ങനെ വീണ്? പറഞ്ഞ വിശ്വസിക്കില്ല സർ. എന്നിട്ട് വല്ലതും പറ്റിയോ? വല്ലതും പറ്റിയോന്നോ?
വീണത് കേബിൾ TV, വയറ്, ടെലിഫോൺ കേബിള് ഇതിലെല്ലാം പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ 4 കാലിലാണ് വീണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പക്ഷെ വിജയ്, ഇതൊരു നല്ല സന്ദർഭമാ. ഒറ്റയടിക്ക് തീർക്കാനാ? അതല്ല, നാളെ രാവിലെ ഒരു ബൊക്കെ, അമ്പലത്തിലെ പ്രസാദം, ഇതൊക്കെയായിട്ട് ഞാൻ ആളെ കാണാൻ പോകുന്നു. ഞാനും പറയടാ. വേണ്ട വിജയ്, വേണ്ട. നീ വന്ന സംഗതി കൊളോ. എടാ, ഞാനൊരു അക്ഷരം മിണ്ടില്ലടാ. കഥകളിക്കാർ ചോദിക്കുന്ന പോലെ കണ്ണുകൊണ്ട് ഞാൻ സുഖമാണെന്ന് ചോദിക്കും. നാദസ്വരം കാണില്ല. അതെ, എന്നോട് വേണമെങ്കിൽ കളിച്ചോ, പക്ഷെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഓക്കെ?